ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദാൽ പാലക്ക് എന്ന് പറയും. അതായത് പാലക്കിട്ട പരിപ്പ് കറി, പരിപ്പിൽ പാലക്കിട്ട നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സാമ്പാർ പരിപ്പ്. പിന്നെ നമുക്കതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവോള ഇതുപോലെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊന്നും കളയാതെ ഒന്ന് ഇടിച്ചെടുക്കുക. പിന്നെ ഒരു തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2-3 പച്ചമുളക്. ഓക്കെ, പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പാലക്കാണ്. ഞാനിവിടെ കുറച്ച് പാലക്ക എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, ചെറിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, അത്യാവശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അതെ, പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കുറഞ്ഞു പോയി, കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വേവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 സ്പൂണ് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 2-3 വറ്റൽമുളക് അതും കൂടെ ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതിയാവും, കരിഞ്ഞു പോകരുത്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തവി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ അറിയാം, അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരക പൊടിയുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം.
ഓക്കെ, വേറെ ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, ഇത്ര ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് നമ്മുടെ പാലക്ക് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചധികം പാലക്ക് എടുത്തിട്ടുണ്ട്, സാരമില്ല. പക്ഷെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു വരും. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴേക്കും ഇതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അതും കൂടെ ഒന്ന് മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലക്ക് ഡാൽ റെഡി. ഓക്കെ, ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ലൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നല്ല ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് വഴികളൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്